കാപ്പിൽ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റ് നമ്മൾ വർക്കല ബീച്ച് കണ്ടതിന് ശേഷം നമ്മൾ നേരെ വർക്കലയിൽ നിന്ന് കാപ്പിൽ ബീച്ചിലേക്ക് എത്തും. അപ്പോൾ കാപ്പിൽ ബീച്ച് നമ്മൾ എത്തുന്നുണ്ട്. വർക്കലയിൽ നിന്ന് കാപ്പിൽ ബീച്ചിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ 7 കിലോമീറ്റർ 8 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ 13 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തീർച്ചയായും കാപ്പിൽ ബീച്ച് കാണാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കായലും കടലും ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കാപ്പിൽ ബീച്ച് വന്ന് നമ്മൾ ഏകദേശം അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് നിന്ന് 500 മീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തുണ്ട്. ഇതാണ് ഇവിടം വരെയുള്ളൂ കായൽ. മഴക്കാലത്ത് ചിലപ്പോൾ ഇത് ഫുള്ളായിരിക്കും. അപ്പോൾ ഇവിടം വരെയുള്ളൂ. അപ്പോൾ വേനൽക്കാലത്ത് വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ കാപ്പിൽ ബീച്ച്. തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ ബീച്ച് എന്ന് പറയുന്ന ഈ സ്ഥലം കടലും കായലും ചേരുന്ന ഇടമാണ്. വളരെ മനോഹരമായ ഭംഗിയാണ്. ഒരുപാട് വിദേശികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ തന്നെ സൺസെറ്റിൻ്റെ ഒക്കെ ടൈമിംഗ് ആയിട്ടുണ്ട്. നല്ലൊരു സൺസെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് കാണാം. നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളിയാണ് സ്ഥലമാണ് കേട്ടോ. കാപ്പിൽ എന്ന് പറയുന്നത് നല്ല പച്ചപ്പും കായലിലും കടലിനും ഇടയിലൂടെയുള്ള ആ റോഡും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു വൈബായിരിക്കും. നമുക്ക് ഡ്രോൺ വിഷ്വൽസ് കാണാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വരുന്ന ആൾക്കാർ തീർച്ചയായും കണ്ടിരിക്കുന്ന ബീച്ചുകളിൽ ഒന്നാമത്തെ ഈ കാപ്പിൽ ബീച്ച്. അപ്പോൾ വർക്കല ബീച്ച് കണ്ടതിന് ശേഷം തിരുവനന്തപുരം വർക്കല ബീച്ച് കണ്ടതിന് ശേഷം നമ്മൾ തീർച്ചയായും വരണം. കാപ്പിൽ ബീച്ച് കാണുന്ന അടിപൊളി സ്ഥലമാണ്. തീർച്ചയായും സന്ദർശിക്കുക. അപ്പോൾ ഇവിടെ ഈ കായലോട് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി കുളിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ കടലിൽ നമുക്ക് ഇറങ്ങി കുളിക്കാം. അപ്പോൾ കടലിൽ ഇറങ്ങി കുളിക്കുമ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് പോവാതെ സൂക്ഷിക്കുക. ഭയങ്കര തിരമാല കാര്യങ്ങളുള്ള സ്ഥലമാണ്. അതൊരു അപകട മേഖലയാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അപ്പോൾ ഈ കാപ്പിൽ ബീച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ ട്രാവൽ വീഡിയോസ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ബൈ. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ ബൈ.